ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. വിഷുവിനെ വരവേൽക്കുമ്പോൾ സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും കാർഷിക സംസ്കൃതിയുടെ മഞ്ഞപ്പൂക്കൾ വിരിയുന്ന വിഷുവിനെ വരവേൽക്കാൻ മലയാളി ഒരുങ്ങിക്കഴിഞ്ഞു. സൂര്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് സംക്രമിക്കുന്ന ദിവസമാണ് വിഷു സംക്രാന്തി. പിറ്റേന്നാണ് വിഷു. കർഷകന് നിലമൊരുക്കാനുള്ള അറിയിപ്പാണ് വിഷു. വിഷു കഴിഞ്ഞ് നിലമൊരുക്കി മേടപ്പത്തിന് വിത്തിടിയിൽ നടത്താറുണ്ട്. വിഷുക്കണി ഒരുക്കുന്നതും വിഷു കൈനീട്ടം കൊടുക്കുന്നതും കിട്ടുന്നതുമെല്ലാം സന്തോഷം നൽകുന്നതാണ്. കൂടാതെ വിഷു സദ്യ, മറ്റ് ആഘോഷങ്ങൾ എല്ലാം സന്തോഷത്തിന്റെയും സൗഹൃദത്തിന്റെയും കൂടിച്ചേരലും കൂടിയാണ്. വിഷു ഓർമ്മകളുമായി ഡോക്ടർ ജോർജ് ഓണക്കൂർ. കേരളീയ സംസ്കാരത്തിന്റെ മനോഹാരിത മുഴുവൻ അടയാളപ്പെടുത്തുന്ന മഹോത്സവമാണ് മേടമാസത്തിലെ വിഷു. പ്രകൃതിയാകെ പൂക്കളും ഫലങ്ങളും അണിഞ്ഞു നിൽക്കുന്നു. മനുഷ്യ മനസ്സുകളിൽ സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, സൗഹൃദത്തിന്റെ നിറവ് അനുഭവപ്പെടുന്ന കാലഘട്ടമാണ് വിഷു. വിഷുവിനെ കുറിച്ച് എത്ര ഹൃദ്യമായ ഓർമ്മകളാണ് നമ്മുടെയെല്ലാം മനസ്സിലുള്ളത്. മുതിർന്നവരിൽ നിന്ന് കൈനീട്ടം വാങ്ങുക, ഇളയവർക്ക് അത് സ്നേഹത്തോടെ പകർന്നു കൊടുക്കുക, എല്ലാം ഒരടയാളം പോലെ. വിഷുക്കണി എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വിഷു കണി ഒരുക്കി പ്രഭാതത്തിൽ അമ്മ വിളിച്ചുണർത്തി ആ ദർശനം നമുക്ക് ലഭിക്കുമ്പോൾ അത് ജീവിതമാകെ അതിൻ്റെ ഒരു പ്രകാശം നിറഞ്ഞു നിന്നിരുന്നു എന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത്. ആ കാലത്തിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും മനസ്സിൽ നിൽക്കുകയാണ്. ഗ്രാമീണതയുടെ, സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ അടയാളമായ വിഷു. മലയാളിക്ക് ഓണവും വിഷുവും അവൻ്റെ സംസ്കാരത്തിൻ്റെ ശോഭയിൽ ഏറ്റവും ഭംഗിയായി, ഹൃദ്യമായി എന്നും നിലനിൽക്കുന്നതാണ് എന്ന് എടുത്ത് പറയേണ്ടതുണ്ട്. ഇത്തരം ഉത്സവങ്ങളാണ് നമ്മുടെ ജീവിതത്തെ സംസ്കാര പൂർണ്ണം ആക്കുന്നത് എന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ജനതയുടെ പുരോഗതിയിൽ, സംസ്കാര വികസനത്തിൽ ഇത്തരം ഉത്സവ വേളകൾ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. അല്ലെങ്കിൽ ഇത്തരം ഉത്സവങ്ങളിലൂടെയാണ് സംസ്കാരത്തിൻ്റെ പ്രകാശ പൂർണിമ സംഭവിക്കുന്നത് എന്നും പറയാം. ഈ സന്ദർഭത്തിൽ, ഈ വിഷു വേളയിൽ എല്ലാ സഹോദരങ്ങൾക്കും, മലയാളി സുഹൃത്തുക്കൾക്കും, നമ്മെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഹൃദ്യമായ വിഷു ആശംസകൾ ഞാൻ അർപ്പിക്കുന്നു. വിഷുവിന് ഏറെ പ്രധാനമാണ് വിഷുക്കണി. ഐശ്വര്യപൂർണമായ കണി കണ്ടാൽ വർഷം മുഴുവൻ സന്തോഷപ്രദമാകും എന്നാണ് വിശ്വാസം. വിഷുവിന് തലേനാൾ രാത്രിയാണ് കണിയൊരുക്കുന്നത്. കുടുംബത്തിലെ മുതിർന്ന സ്ത്രീയാണ് കണി ഒരുക്കുക. കണി ഒരുക്കുന്നതിൽ പ്രാദേശികമായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും കാഴ്ച സുന്ദരമാണ്. ഓട്ടുരുളിയിൽ കാർഷിക വിഭവങ്ങളും വാൽക്കണ്ണാടി, കണിവെള്ളരി, കണിക്കൊന്നപ്പൂവ് എന്നിവ തയ്യാറാക്കി ഭംഗിയായി നിലവിളക്കിന് മുന്നിൽ വച്ച് ക്രമീകരിക്കാറുണ്ട്. കാർഷിക വിഭവങ്ങൾ പ്രാദേശികമായി ലഭ്യമാകുന്നവയാണ് അതാത് സ്ഥലങ്ങളിൽ പൊതുവെ ഉപയോഗിക്കുന്നത്. നാണയങ്ങളും സ്വർണ്ണ ആഭരണങ്ങളും കോടിമുണ്ടും ഒക്കെ വയ്ക്കാറുണ്ട്. കൃഷ്ണവിഗ്രഹവും ഉണ്ടാകും. നാളികേരം ഉടച്ചു വയ്ക്കാറുണ്ട്. പൂക്കളും മഞ്ഞ നിറമുള്ള കോടിയും ഉണ്ടാകും. വിഷു ദിവസം ബ്രാഹ്മമുഹൂർത്തത്തിൽ മുതിർന്ന അംഗം നിലവിളക്ക് കൊളുത്തി ചന്ദനത്തിരി കത്തിച്ചു വച്ച ശേഷം കുട്ടികളെ ഓരോരുത്തരെയായി എഴുന്നേൽപ്പിച്ച് കണ്ണുപൊത്തി കണിയുടെ മുന്നിൽ കൊണ്ടുവന്ന് കണ്ണു തുറക്കുന്നു. ഐശ്വര്യപൂർണമായ കാഴ്ച കണ്ണിനും മനസ്സിനും സന്തോഷം നൽകുമ്പോൾ ഏറ്റവും മുതിർന്നവരും കുട്ടികളും തമ്മിലുള്ള ഒരു തലമുറയുടെ ഏകീകരണം, അല്ലെങ്കിൽ ഐശ്വര്യം പകർന്നു നൽകൽ എന്നെല്ലാം കരുതാവുന്നതാണ്. എഴുത്തുകാരിയും കേരള സെയിൽ ടാക്സ് അപ്പല്ലേറ്റ് ട്രൈബ്യൂണലിലെ അഡീഷണൽ സെക്രട്ടറിയുമായ ശ്രീമതി സിന്ധു വാസുദേവൻ. കാർഷിക സംസ്കൃതിയുടെയും
ഉർവരതയുടെയും ഉത്സവമായ വിഷു കണിക്കൊന്നയുടെ കാവ്യകൽപ്പനയായാണ് എന്നിൽ പൂക്കുന്നത്. പൊന്നണിഞ്ഞ മഞ്ഞപ്പൂക്കളായി എന്റെ കുട്ടിക്കാലത്തെ വിഷു ഇന്നും മനസ്സിൽ പടക്കങ്ങളുടെ മണമായി, നിലവിളക്കിന്റെ തെളിച്ചമായി പുലിക ഭാവത്തിൽ നിറയുന്നുണ്ട്. തറവാട് വീടുകളിലെ ആർഭാടങ്ങളോ ആഘോഷ പൊലിമയോ നിറഞ്ഞ ഒരു കുട്ടിക്കാലമായിരുന്നില്ല എന്റേത്. വളരെ സാധാരണമായ ഒരു കുടുംബത്തിൽ ലളിതമായ സൗകര്യങ്ങൾക്കിടയിൽ ആഘോഷിച്ചിരുന്ന ആ കുഞ്ഞു കുഞ്ഞു വിഷു ഓർമ്മകളാണ് എനിക്കുള്ളത്. അന്ന് വിഷു എന്ന ആഘോഷത്തിന്റെ വലിയ പ്രാധാന്യമൊന്നും അറിഞ്ഞിരുന്നില്ല. പടക്കം പൊട്ടിക്കാൻ കിട്ടുന്ന ഒരു വലിയ അവസരം അതായിരുന്നു എനിക്ക് വിഷു. തലേ ദിവസം തന്നെ അടുത്തുള്ള പെട്ടിക്കടയിൽ നിന്ന് പടക്കങ്ങൾ വാങ്ങും. ഇന്നത്തെ പോലെ വലിയ ശേഖരമൊന്നും അന്നുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി പകുത്തു വെച്ചില്ലെങ്കിൽ വിഷുത്തലേന്നും പിറ്റേന്നും പൊട്ടിക്കാൻ പടക്കം തികയില്ല. പരിമിതമായ പടക്കങ്ങൾക്ക് അന്ന് സ്വർണത്തേക്കാൾ മൂല്യമായിരുന്നു, അതിലേറെ സന്തോഷവും. അത്താഴം കഴിഞ്ഞ് കുറച്ച് പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കണി ഒരുക്കാനുള്ള തിരക്കായിരിക്കും. അച്ഛനും അമ്മയും ചേച്ചിമാരും അതിനായി കൂടുമ്പോൾ എന്റെ മനസ്സ് മുഴുവൻ കവറിലിരിക്കുന്ന ബാക്കി പടക്കങ്ങളിലായിരിക്കും. പടക്കം പൊട്ടിക്കുന്ന സ്വപ്നം കണ്ട് പതുക്കെ ഉറക്കത്തിലേക്ക് വീഴും. പുലർച്ചെ 4 മണിയാകുമ്പോൾ തന്നെ അയൽപ്പക്കങ്ങളിൽ നിന്ന് പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടു തുടങ്ങും. അമ്മ വന്ന് ഉന്തി വിളിക്കുമ്പോൾ എഴുന്നേൽക്കാൻ മടിയാണ്. കണിയൊന്നും കാണണ്ട, ഉറങ്ങിയാൽ മതി എന്നാവും. അമ്മ നിർബന്ധിച്ച് എഴുന്നേൽപ്പിക്കും. കണ്ണുകൾ പൊത്തിപ്പിടിച്ച് കണിക്ക് മുന്നിലെത്തി മെല്ലെ കൈകൾ മാറ്റുമ്പോൾ വിളക്കിന്റെ വെളിച്ചം ആദ്യം കണ്ണിലേക്ക് തുളച്ചു കയറും. കണ്ണു തിരുമ്മി നോക്കുമ്പോൾ ആദ്യം കാണുന്നത് അമ്മമ്മയുടെ പഴയതെങ്കിലും നന്നായി തിളങ്ങുന്ന കസവുള്ള വേഷ്ടിയായിരിക്കും. ആ വിളക്കിന്റെ തിളക്കത്തിൽ അതിന് എന്ത് ഭംഗിയാണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. പിന്നെ നാളികേര മുറിയിൽ കത്തുന്ന അരിത്തിരികൾ, ധാന്യങ്ങൾ, മാങ്ങ, ചക്ക, തേങ്ങ തുടങ്ങി വിവിധ കായ്ഫലങ്ങൾ. ഇന്നത്തെ പോലെ വില കൂടിയ പഴങ്ങളൊന്നും അന്ന് ആ കണിയിൽ ഉണ്ടായിരുന്നില്ല. എങ്കിലും ആ കണിയൊരുക്കങ്ങൾക്ക് ഒട്ടും കൃത്രിമത്വം തോന്നിയിരുന്നില്ല. സാധാരണക്കാരായ മനുഷ്യരുടെ ഹൃദയം തൊടുന്ന കണിയായിരുന്നു അത്. കണി കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ തരുന്ന നാണയത്തൊട്ടുകളാണ് അടുത്ത ആകർഷണം. കൈനീട്ടം കിട്ടിയാലുടൻ ഞാൻ വീണ്ടും ആ പെട്ടിക്കടയിലേക്ക് ഓടും. കിട്ടിയ കാശിന് മുഴുവൻ പടക്കം വാങ്ങി പൊട്ടിച്ചു തീർക്കും. ഇന്നിപ്പോ കാലം ഒരുപാട് മാറി, മനുഷ്യരും ആഘോഷങ്ങളും മാറി. കൊന്നകൾ പൂത്തിരുന്ന സമൃദ്ധിയുടെ താഴ്വര ഇനിയും എല്ലാ രൂപത്തിലും ഭാവത്തിലും തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഒരു കുഞ്ഞു കവിത ഞാൻ വായിക്കാം. കവിത: അടുത്ത സ്റ്റേഷൻ വയൽക്കര. അടുത്ത സ്റ്റേഷൻ വയൽക്കര, ഘനഗാംഭീര ശബ്ദം മണിമുത്തുപോൽ. നേരം ഇരുളുമൊരന്തി നേരത്ത് ചുറ്റിലും വിസ്മയ കാഴ്ചകൾ കാണാം. അലങ്കാര ദീപങ്ങൾ മിന്നിമറയുന്നു, താഴെ മഴ പോൽ പെയ്തിറങ്ങും പ്രകാശം. ജന്മനാടിൻ വയൽ മണമോർമ്മയിൽ സ്തംഭിച്ചു നിൽപ്പൂ. വയൽക്കര സ്റ്റേഷനിൽ ആമ്പൽ പൂവിടും ചെന്താമരമൊട്ടുപോൽ കൊമ്പി നിൽക്കുമ പാടങ്ങളില്ല പാടവരമ്പുകൾ. വയൽക്കരപ്പാലയിൽ പരിമളമൊഴുകും ഗാനാലാപം. മുടിയഴിച്ചിട്ട യക്ഷികൾ. യക്ഷിയില്ല, പാലയില്ല, പാടവരമ്പുമില്ല. അവിടെ തലയുയർത്തി നിൽപ്പുണ്ടൊരു കൂറ്റൻ കാറ്റാടിയന്ത്രം. വിഷുവിനെ സംബന്ധിച്ച് പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതിന്റെ ഓർമ്മയാണ് വിഷു എന്ന് പറയപ്പെടുന്നു. മറ്റൊന്ന്, രാവണൻ ലങ്ക ഭരിക്കുന്ന കാലഘട്ടത്തിൽ സൂര്യന് നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ല. വെയിൽ കൊട്ടാരത്തിലെത്തുന്നത് രാവണന് ഇഷ്ടമായിരുന്നില്ല. ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചതിന് ശേഷമാണ് സൂര്യൻ നേരെ ഉദിച്ചത്. ഈ ദിനത്തിൽ ജനങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുന്നതാണ് വിഷു എന്നും ഐതിഹ്യമുണ്ട്. വിഷു ദിനത്തിൽ കേരളത്തിൽ മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ ആഘോഷങ്ങൾ നടത്താറുണ്ട്. അസമിൽ ബിഹു, ഒറീസയിൽ വിഷു സംക്രാന്തി, പഞ്ചാബിൽ ബൈശാഖി എന്ന പേരിലുമെല്ലാം ആഘോഷങ്ങൾ നടത്താറുണ്ട്. കേരളത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ആഘോഷങ്ങളും നടത്താറുണ്ട്. ധാരാളം ഭക്തജനങ്ങളാണ് വിഷുവിന് ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കുന്നത്. ശബരിമല, പത്മനാഭസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിലും പ്രത്യേക ആഘോഷങ്ങളും ഉണ്ടാകും. തിരുവനന്തപുരം വിതുര ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥിനി SN അനസൂയ: സ്കൂൾ അവധിയിൽ വിഷു വരുന്നു എന്നതാണ് എനിക്ക് വലിയ സന്തോഷം തരുന്നത്. മേടം 1 ആഘോഷിക്കുന്ന വിഷു ഒരു കാർഷികോത്സവമാണെന്ന് എനിക്കറിയാം. രാത്രിയും പകലും തുല്യമാവുന്ന ദിവസമാണ് വിഷു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എനിക്കിഷ്ടം വിഷുക്കണിയാണ്. എന്തു ചന്തമാണ് ആ കാഴ്ചയ്ക്ക്.
കായ്കളും പഴങ്ങളും നേരിയതും നാണയത്തുട്ടുകളും സ്വർണവും കൃഷ്ണവിഗ്രഹവും കണിക്കൊന്നയുമെല്ലാം ഒരുക്കി വെച്ച് നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ കാണുന്നത് എന്തു മനോഹരമാണ്. വിഷുവിന് കൈനീട്ടവും കിട്ടും. ഇലകളെല്ലാം പൊഴിച്ച് നിറയെ പൂത്തു നിൽക്കുന്ന കണിക്കൊന്നയാണ് വിഷുവിലെ താരം. വിഷുവിന് കാണുന്ന ഭംഗിയുള്ള കാഴ്ചകളുടെ ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ അടുത്ത വിഷു വരെ നിലനിൽക്കുന്നു എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും എന്ന മഹാകവി വൈലോപ്പിള്ളിയുടെ വരികൾ എല്ലാ വിഷുക്കാലത്തും നമുക്ക് ഓർമ്മിക്കാം. അതിനായി പ്രവർത്തിക്കാം. വിഷു ഇന്ന് വിപണികളിൽ പ്രതിഫലിക്കുന്നുണ്ട്. വഴിയോരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കൃഷ്ണവിഗ്രഹങ്ങൾ വിഷുവിനോടനുബന്ധിച്ചുള്ള കാഴ്ചയാണ്. വിവിധ വർണ്ണങ്ങളിൽ കൃഷ്ണവിഗ്രഹങ്ങൾ ഇന്ന് ലഭ്യമാണ്. അന്യസംസ്ഥാനക്കാർക്ക് ഒരു വരുമാന മാർഗം കൂടിയാണ് ഇത്. കൊന്നപ്പൂവും അയണിച്ചക്കയും മാങ്ങയും എല്ലാം ഞെട്ടോടുകൂടി ഇന്ന് വാങ്ങാൻ കിട്ടും. പ്ലാസ്റ്റിക് കൊന്നപ്പൂക്കളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. വിഷുവിനോടനുബന്ധിച്ച് പൂക്കുന്ന കണിക്കൊന്നകൾ സംസ്ഥാന പുഷ്പം കൂടിയാണ്. എന്നാൽ കാലം തെറ്റി പൂക്കുന്ന കണിക്കൊന്നകൾ ഇന്ന് കാലാവസ്ഥാ വ്യതിയാനത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും വിഷു ആഘോഷങ്ങൾക്ക് ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. വടക്കൻ കേരളത്തിൽ വിഷു ആഘോഷത്തിന് പടക്കം പൊട്ടിക്കൽ നിർബന്ധമാണ്. മുൻ ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ശ്രീമതി സുവർണലത പേരയം. മേടം 1 ഏപ്രിൽ 15 വിഷു ആഘോഷിക്കാൻ നമ്മൾ തയ്യാറായിരിക്കുകയാണ്. കേരളീയരുടെ ഒരു കാർഷിക ഉത്സവമായിട്ടാണ് വിഷുവിനെ കണക്കാക്കുന്നത്. പഴയകാലത്തെ വിഷുവിനും ഇന്നത്തെ വിഷുവിനും തമ്മിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും വിഷുവിന്റെ പ്രാധാന്യം ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് വിഷുവിന് തലേ ദിവസം വീടും പരിസരവും എല്ലാം മുതിർന്നവർ വൃത്തിയാക്കും. മീനമാസത്തിന്റെ പകുതിയാകുമ്പോഴേ കണിക്കൊന്നകൾ പൂത്തു തുടങ്ങുമല്ലോ. വിഷു എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് വിഷുക്കണിയും വിഷുക്കൈ നീട്ടവുമാണ്. കണിക്കൊന്ന മരം ഉള്ള അയൽവീടുകളിൽ ചെന്ന് കണിക്കൊന്ന പൂവ് തലേ ദിവസം തന്നെ ശേഖരിച്ചു വയ്ക്കും. വിഷുക്കണി ഒരുക്കുന്നത് മിക്കവാറും വീട്ടിലെ അമ്മയോ അമ്മുമ്മയോ ഒക്കെ ആയിരിക്കും. ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ പൂജാമുറിയിലാണ് കണി ഒരുക്കിയിരുന്നത്. ഇന്നും ഞങ്ങൾ പൂജാമുറിയിലാണ് കണി ഒരുക്കുന്നത്. തേച്ചു മിനുക്കിയ ഓട്ടുരുളിയിൽ വെള്ളരി, മാങ്ങ, തേങ്ങ, ഇടിച്ചക്ക തുടങ്ങിയ കായ്കനികൾ ഭംഗിയോടെ ഒരുക്കി കൃഷ്ണവിഗ്രഹത്തിന് മുന്നിൽ ഭക്തിയോടെ വയ്ക്കും. കൂടാതെ കണ്ണാടി, നാണയങ്ങൾ, കസവുമുണ്ട്, നിറനാഴിയിൽ അരി എന്നിവയും ഒരുക്കിയിരുന്നു. 5 തിരിയിട്ട് കത്തിച്ച നിലവിളക്കിന് മുന്നിലാണ് ഇവയൊക്കെ വയ്ക്കുക. കൂടാതെ ചന്ദനത്തിരി കത്തിച്ച് അതിൻ്റെ മണവും പരന്നുകൊണ്ടിരിക്കും. അതിരാവിലെ കണ്ണു തുറക്കുമ്പോൾ ആദ്യം കാണേണ്ടത് ആ കണിയാണ്. അതുകൊണ്ട് അമ്മമാർ കുട്ടികളെയും മുതിർന്നവരെയും കണ്ണടച്ചു പിടിച്ചും പൂജാമുറിയിൽ എത്തിച്ച് കണ്ണു തുറക്കാൻ പറയും. അപ്പോൾ 5 തിരിയിട്ട നിലവിളക്കിൻ്റെ ശോഭയിൽ ഉണ്ണികൃഷ്ണനെയും ഓട്ടുരുളിയിലെ കണിയെയും കണ്ട് മനസ്സ് നിറയും. അന്നേ ദിവസം ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യയും കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിക്കുകയും ചെയ്തിരുന്നു. കുട്ടികളായിരുന്ന ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒന്നായിരുന്നു വിഷു കൈനീട്ടം. അന്നു മുതൽ കുട്ടികൾ കൈനീട്ടം കിട്ടുന്ന നാണയങ്ങൾ കുടുക്കയിലിട്ട് സമ്പാദിക്കുമായിരുന്നു. ഞാൻ കുറച്ചു കാലം മലപ്പുറം ജില്ലയിൽ താനൂരിൽ ജോലി ചെയ്തിരുന്നു. അവിടെയൊക്കെ വിഷുവിന് ഇപ്പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ പടക്കം പൊട്ടിക്കുന്ന ഒരു പതിവും ഉണ്ടായിരുന്നു. എന്തായാലും വിഷു പ്രതീക്ഷയുടെയും സമൃദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. നിറമുള്ള ഓർമ്മകളാണ് വിഷു. സമ്പൽ സമൃദ്ധിയുടെ കാഴ്ച. പ്രകൃതിയെ സ്വർണ്ണവർണ്ണമാക്കുന്ന കൊന്നപ്പൂക്കൾ. വിഷു സ്നേഹമാണ്, സന്തോഷമാണ്, ഐശ്വര്യമാണ്, കൂട്ടായ്മയാണ്. ഐശ്വര്യത്തിൻ്റെ, പ്രതീക്ഷയുടെ, സന്തോഷത്തിൻ്റെ വിഷുപക്ഷി പാടുന്ന ഈ വേളയിൽ ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും വിഷു ആശംസകൾ. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.